ദൗത്യം തുടങ്ങി 10ാം ദിവസമാണ് കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കടുവ മിഷൻ അങ്ങനെ സക്സസ് ആയിരിക്കുന്നു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു. 10ാം നാൾ എത്തുമ്പോഴാണ് മുടക്കൊല്ലി കോളനിയിൽ നിന്നും കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം ജനങ്ങൾ എടുക്കുന്ന നിലപാട് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവർ എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് വാക്ക് പാലിക്കാം. വനം വകുപ്പ് നമ്മളോട് ചർച്ചയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരഭോജിനെ വെടിവെച്ച് കൊല്ലുന്ന പറഞ്ഞേ, ആ വാക്ക് വനം വകുപ്പ് പാലിക്കാന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ വികാരമല്ലേ അത്. ഞങ്ങൾ ഇവരായിട്ട് ഫസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ ഈ നരഭോജിനെ വെടിവെച്ച് കൊല്ലാന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം പാലിച്ച് ഇത്ര ദിവസം നിന്നത്. ഇവർ ഈ നാടകം ഫുള്ളായിട്ട് കണ്ടത്. എന്നിട്ട് ഇതിനെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്ന എവിടുത്തെ മര്യാദ ഇവർ കൊണ്ടുവന്നു? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. വാഗേരിയിൽ ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയത് ഞെട്ടിച്ച സംഭവമായിരുന്നു. നാടിനെ ഒന്നാകെ ഉലയ്ക്കുന്ന സംഭവമായി അത് മാറിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ കൂട്ടിലാക്കാൻ കടുവയെ കഴിഞ്ഞത് എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. വാഗേരിയിൽ കല്ലൂർകുന്ന് എന്ന പ്രദേശത്തെ എല്ലാ പ്രദേശത്തും ജനങ്ങളുടെ ഒറ്റ ആവശ്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. ആ ഉത്തരവ് പ്രകാരമാണ് ഇത്രയും കാലം ഈ ജനങ്ങൾ ഇവിടെ സംയമനം പാലിച്ച് ഇത്രയും ഈ ഫോറസ്റ്റുകാരോടും പോലീസുകാരോടും സംയമനം പാലിച്ചു നിന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവ് ഒന്നുകിൽ ഈ മയക്കുവെടി വെക്കുക അല്ലെങ്കിൽ കൂട്ടിൽ ആക്കുക. അതിന് കഴിയാതെ വരുമ്പോഴുള്ള അടുത്ത ഘട്ടം എന്ന നിലയിലായിരുന്നല്ലോ ഈ വെടിവെച്ച് കൊല്ലൽ എന്നുള്ളത്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കൂട്ടിലാക്കാനാണ് കഴിഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ നിലപാട് അത് വനം വകുപ്പ് ഏത് നിലയിൽ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ഉടനടി തീരുമാനം എടുക്കാനാണ് സാധ്യത. ജനപ്രതിനിധികൾ എത്തിയോ അവിടേക്ക്? ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ആൾക്കൂട്ടത്തിൽ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇതിനപ്പുറത്താണ് കടുവയും കൊണ്ടുള്ള വാഹനം വന്നു നിൽക്കുന്നത്. വനം വകുപ്പിന്റെ വാഹനങ്ങളെല്ലാം എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് നമ്മൾ ഈ ആളുകൾ തടഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10 ദിവസമായി വാഗേരി ആകെ ആശങ്കയിലായിരുന്നു. ആ ആശങ്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ജനങ്ങൾ ഉയർത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ നടപടികളോട് സഹകരിച്ച് പോവുകയായിരുന്നു. പോലീസ് ഇവിടെ മുൻകരുതൽ എന്ന നിലയിൽ 144 പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പൊതു പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കടുവ കൂട്ടിലായി എന്നറിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നായി ആളുകൾ ഈ സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. ആളുകൾ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലാതെ ജീവനോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. എന്തായാലും MLA ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. വാഗേരിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ഒരാളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനടക്കം ആളുകൾ വിസമ്മതിച്ചിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും വിസമ്മതിച്ചിരുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് വേണമെന്നായിരുന്നു ആവശ്യം. അതിനുശേഷമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്നത്. ആദ്യം വന്ന ഉത്തരവ് മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ കടുവയെ പിടികൂടണമെന്നായിരുന്നു. പക്ഷേ ആ ഉത്തരവ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ നാട്ടുകാർ വീണ്ടും മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ പ്രതിഷേധമുയർത്തി. തുടർന്നാണ് തിരുത്തിയ ഉത്തരവ് വന്നത്. തിരുത്തിയ ഉത്തരവ് അനുസരിച്ച് ഈ മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ പിടികൂടുകയോ അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുക എന്ന ഒരു ഉത്തരവാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറക്കിയത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് വനംവകുപ്പ് സ്വീകരിച്ചു വന്നത്. ഇന്നലെ വരെ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 5 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷെ ആദ്യ ദിവസം ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേന്ന് ഈ വാഗേരിയിൽ മൂടക്കൊല്ലി കോളനി കവലയിൽ കാപ്പിത്തോട്ടത്തിനുള്ളിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് കടുവ കുടുങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത്. കടുവയെ കൂട്ടിലാക്കിക്കൊണ്ടുള്ള വാഹനങ്ങൾ ജനങ്ങൾ തടുത്തു വെച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു. ഇന്നലെ കടുവയും വനംവകുപ്പും യഥാർത്ഥത്തിൽ ഈ ദൗത്യ സംഘവും ഒരു ഒളിച്ചുകളി തന്നെ നടത്തുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ വട്ടത്താനി എന്ന സ്ഥലത്ത് ഒരു
പശുവിനെ കടുവ വേട്ടയാടി. അതിനുശേഷം അവിടെ ജനവാസ മേഖലയിൽ തന്നെ കടുവയുണ്ടായിരുന്നു. നിരവധി ആളുകൾ തന്നെ കടുവയെ നേരിൽ കണ്ടു. ദൗത്യസംഘം എത്തുമ്പോഴേക്കും കടുവ അവിടെ നിന്ന് മാറുന്നു. വൈകിട്ട് 4:30 പുല്ല് വെട്ടുകയായിരുന്ന കർഷക ദമ്പതികൾ കടുവയെ തൊട്ടടുത്ത് കണ്ടു. ദൗത്യസംഘം എത്തി, പക്ഷേ വലിയ കാടായിരുന്നു. മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. പടക്കമെറിഞ്ഞൊക്കെ കടുവയെ കെണിയുടെ അടുത്തേക്ക്, ആ പശുവിനെ കൊലപ്പെടുത്തിയ വീട്ടിൽ, ആ ചത്തുപോയ പശുവിനെ കെണിയാക്കി വെച്ചിരുന്ന കൂട്ടിനടുത്തേക്ക് കടുവയെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ വീട്ടിലെത്തിയ കടുവ ആട്ടിൻകൂടിൽ നിന്ന് ആടിനെ പിടിക്കാൻ ശ്രമിച്ച ശേഷം അവിടെ നിന്ന് മറയുകയായിരുന്നു. പിന്നീട് രാത്രി 2 മണിവരെ ദൗത്യസംഘം കാത്തുനിന്നിട്ടും കടുവയെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ പക്ഷേ ഈ ഭാഗത്ത് ആദ്യം കടുവയുണ്ടായിരുന്ന ഭാഗത്തെ ക്യാമറ ട്രാപ്പുകളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അങ്ങനെ വാഗിരിക്ക് ആശ്വാസമായി കടുവ കൂട്ടിലാകുമ്പോൾ പ്രതിഷേധം ഉയർത്തുകയാണ് ജനങ്ങൾ. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം.